ഹലോ ഗുഡ് ഈവനിങ് കൂട്ടുകാരെ. മൈ നെയിം ഈസ് വിമൽ. ഐ ആം ആൻ HSC എഞ്ചിനീയർ. സോ ഇന്നലെ ഞാനിട്ടൊരു വീഡിയോയിൽ എല്ലാവരും ചോദിക്കുന്നുണ്ട് ഞാൻ എങ്ങനെയാണ് ഒരു HSC എഞ്ചിനീയർ ആയത് അല്ലേ. അത് ഞാൻ പറഞ്ഞുതരാം, സിമ്പിളാണ്. +2 കഴിഞ്ഞതിന് ശേഷം എല്ലാവർക്കും ഉള്ള ഒരു ആഗ്രഹം എനിക്കും ഉണ്ടായിരുന്നു. അത് ഞാനൊരു ബയോളജി സയൻസ് സ്റ്റുഡൻ്റ് ആയിരുന്നു. അപ്പോൾ എനിക്കൊരു ആഗ്രഹമായിരുന്നു ഡോക്ടർ ആവുക എന്നുള്ളത്. പക്ഷേ എൻട്രൻസിൻ്റെ റിസൾട്ട് വന്നപ്പോഴും പിന്നെ വീട്ടിലെ പ്രാരാബ്ദവും ദാരിദ്ര്യവും കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത് പറ്റില്ല. അപ്പോൾ പെട്ടെന്ന് സെറ്റിലാവണം. അതിനെ തന്നെ എഞ്ചിനീയറിംഗ് ചൂസ് ചെയ്തു. കീം എഴുതി അതിൻ്റെ റാങ്ക് ലിസ്റ്റൊക്കെ വന്നപ്പോൾ ഏത് എഞ്ചിനീയറിംഗ് ഡിസിപ്ലിൻ എടുക്കുമെന്നുള്ള ഡൗട്ടായിരുന്നു. അപ്പോൾ നോക്കുമ്പോഴാണ് കേരളത്തിലാകെ 2 കോളേജിൽ മാത്രമുള്ള ബിടെക് ഇൻ സേഫ്റ്റി ആൻഡ് ഫയർ എഞ്ചിനീയറിംഗ് കാണുന്നത്. അതിന് ഞാൻ എറണാകുളത്തുള്ള ടോക്കച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയിലാണ് ഞാൻ എൻ്റെ അലോട്ട്മെൻറ്റ് വെച്ചത്. അപ്പോൾ എനിക്ക് അവിടെ കിട്ടി. ഞാൻ അവിടെ അഡ്മിഷൻ എടുത്തു. എൻ്റെ 4 വർഷത്തെ ബിടെക് ഞാൻ അവിടെ പഠിച്ചു. അവിടെ പഠിക്കുമ്പോൾ തന്നെ 3rd ഇയറിൽ നെബോഷും അയോഷും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കോളേജ് BCSPയുടെ QAP പ്രോഗ്രാം വഴി നമുക്ക് GSP സർട്ടിഫിക്കറ്റ് കിട്ടും, ഗ്രാജുവേറ്റ് സേഫ്റ്റി പ്രാക്ടീഷണർ. ആഫ്റ്റർ 4 വർഷത്തെ എക്സ്പീരിയൻസ് ആകുമ്പോൾ നമുക്ക് CSP അപ്ലൈ ചെയ്യാൻ അതൊരു ഉപയോഗമായിരിക്കും. അതുമാത്രമല്ല, എനിക്ക് 4th ഇയറിൽ തന്നെ പ്ലേസ്മെൻറ്റ് ഉണ്ടായിരുന്നു. എനിക്ക് വാക്കറോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഫുട്വെയർ മാനുഫാക്ചറിങ്, നമ്മുടെ VKC, അത് പിന്നെ സ്പ്ലിറ്റ് വാക്കറോ കയർ വാക്കറോ, അവിടെയായിരുന്നു എനിക്ക് പ്ലേസ്മെൻറ്റ് കിട്ടിയത്. അവിടെ ജോലി ചെയ്തിട്ട് കഴിഞ്ഞു. കുറച്ച് കംപ്ലീറ്റ് ആയപ്പോൾ തന്നെ എനിക്ക് ആമസോൺ നിങ്ങൾക്കറിയാം, എല്ലാവരും സാധനങ്ങൾ ഓർഡർ ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു MNC കമ്പനിയാണ്. നല്ല കമ്പനി തന്നെയാണ്. അവിടെ എനിക്ക് വർക്ക് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടി. അവിടെ വർക്ക് ചെയ്ത് കുറച്ച് നാൾ കഴിയുമ്പോഴാണ് ഞാൻ UAE അപ്ലൈ ചെയ്യാൻ തുടങ്ങുന്നത്. അപ്പോൾ എനിക്ക് അവിടെ വെച്ച് തന്നെയാണ് എനിക്ക് അട്നോക്കിൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാൻ പറ്റി. അട്നോക്കിൻ്റെ ഇൻ്റർവ്യൂ എന്ന് പറയുമ്പോൾ അട്നോക്ക് ഡയറക്റ്റ് ഒന്നും അല്ല കേട്ടോ, കോൺട്രാക്ട് കമ്പനി തന്നെയാണ്. കോൺട്രാക്ട് കമ്പനി എന്ന് പറയുമ്പോൾ നമുക്ക് അട്നോക്ക് അപ്രൂവൽ എടുക്കണം. അട്നോക്ക് അപ്രൂവൽ എടുക്കാനായിട്ട് എനിക്ക് അട്നോക്കിൻ്റെ അപ്രൂവൽ കിട്ടുന്നു. ഞാൻ പിന്നെ UAE എത്തുന്നു. ഇപ്പോൾ ഞാൻ നിങ്ങളെ മുന്നിലിരിക്കുന്നു. ആ കമ്പനിയിൽ നിന്നൊക്കെ മാറി ഞാനിപ്പോൾ വേറെ കമ്പനിയിലായി. അപ്പോൾ അങ്ങനെ അതിൻ്റെ കുറേ കഥകളുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു HSC ലൈഫ് എന്ന് പറയുന്നത്. സോ തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടും ഭയങ്കര ആഗ്രഹത്തോടെയും പഠിച്ച് തന്നെയാണ് ഈ ഒരു ലെവലിലോട്ടൊക്കെ വരുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഡോക്ടർ എന്ന് പറഞ്ഞാൽ എല്ലാവരും കെയർ ചെയ്യുക, രക്ഷിക്കുക, അതൊക്കെ തന്നെയാണല്ലോ. അതുപോലെ തന്നെയാണ് ഇവിടെ നമ്മൾ ആളുകൾ ജോലി ചെയ്യുന്ന എൻവയോൺമെൻറ്റും അവരുടെ കാര്യങ്ങളും അവരുടെ ആ ഒരു അറ്റ്മോസ്ഫിയറും നമ്മുടെ പ്രൊഡക്ട്സും നമ്മുടെ പ്രൊഡക്ടിവിറ്റിയും എല്ലാം നമ്മൾ കെയർ ചെയ്യുന്നതും അത് സംരക്ഷിക്കുകയും ചെയ്യുന്നു. സോ ആ ഒരു ഡ്യൂട്ടി ചെയ്യുന്നതിൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. പ്രഷറും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം. എല്ലാം ഇങ്ങനെ പറഞ്ഞാൽ ബോറായി പോകില്ലേ. സോ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നവരേക്കും ബൈ ബൈ.